ഇറാനിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവിന്റെ അവസാന ചടങ്ങുകൾ, അവസാന ജാഥ ടെഹ്റാനിൽ ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഇന്നലെ രാത്രി ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയ പ്രസംഗത്തിൽ ഒരു കാര്യം വ്യക്തമാക്കി: നമുക്കായിട്ടുള്ള യുദ്ധം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇസ്രായേലിയർ എല്ലാവരും തയ്യാറായിരിക്കണം. വരാനിരിക്കുന്ന ദിവസങ്ങളെന്നത് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ പോരാട്ടങ്ങൾ നിറഞ്ഞ കാലമായി മാറാനുള്ള സാഹചര്യത്തെ നോക്കിയാണ് നമ്മളിപ്പോൾ തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആരും ഭയപ്പെടരുത്. ഇവയിൽ നിന്നെല്ലാം ഇസ്രായേലിന് ജയിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന കാലമെന്നത് ഇസ്രായേലിന് വളരെ ക്രൂരമായി മാറാൻ പോകുന്നു. അത് ഇസ്രായേലിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നൽകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്തു വരാൻ പോകുന്ന യുദ്ധത്തിന്റെ ഒരു സൂചനയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ ഇറാൻ ഒരു അംഗീകാരം നൽകി. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന്റെ മിലിറ്ററിക്ക് ഞങ്ങൾ ഒരു അംഗീകാരം നൽകുന്നു. എത്രയും പെട്ടെന്ന് ഇറാനിൽ നിന്നും ഒരു ആക്രമണം ഉണ്ടാകും. എന്നാൽ ഇത്തവണ ഇറാൻ ഒറ്റയ്ക്ക് ആക്രമിക്കില്ല. ഒരേ സമയം പല ഭാഗങ്ങളിൽ നിന്ന് ഇറാന്റെ ആർമി ആയാലും ഹിസ്ബുള്ള ആയാലും ഹമാസ് ആയാലും ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലിൽ ഒരു ആക്രമണം നടക്കും എന്ന് പറഞ്ഞത് മാത്രമല്ല, ഇറാന്റെ പല സ്ഥലങ്ങളിൽ അവരുടെ നോ ഫ്ലൈ സോണും അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക നൽകിയ അറിയിപ്പ്: ആരെങ്കിലും ലെബനിലുണ്ടെങ്കിൽ, പ്രധാനമായും സദേൺ ലെബനിലുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ അവിടെ ഉള്ള സ്ഥലങ്ങളെ ഒഴിപ്പിച്ച് പുറത്തേക്ക് വരണം. ഇങ്ങനെ 4ാം ഘട്ട ട്രാവൽ അഡ്വൈസറി നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഈ പ്രശ്നത്തിൽ റഷ്യ ഒരു പുതിയ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന് ഈ ഒരു പ്രശ്നം തടയാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ അത് ചെയ്യുന്നില്ല. ഈ ഒരു യുദ്ധം തടയണം, അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ച കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള വാതിലുകൾ എല്ലാം ഇസ്രായേൽ ഇപ്പോൾ അടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പൂർണ്ണ യുദ്ധമെന്നത് ഈ മധ്യകിഴക്കിൽ രൂപപ്പെട്ടാൽ മാത്രമേ ഈ പ്രദേശങ്ങളിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ യുദ്ധമെന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു വലിയ യുദ്ധം രൂപപ്പെടാനുള്ള സാധ്യതകൾ അടുത്തു വരികയാണ്. ഈ ലോകം അടുത്ത യുദ്ധത്തെ നോക്കി പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മധ്യകിഴക്കിലുള്ള നാടുകളുടെ മധ്യേ ഒരു സമാധാനം കൊണ്ടുവരണമെങ്കിൽ അതിന് യുദ്ധം അനിവാര്യമാണ്. ഇങ്ങനെ യുദ്ധത്തിന്റെ ആദ്യ ഘട്ടം എടുത്തു വച്ചിരിക്കുകയാണ്. ഇതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഹമാസിന്റെ നേതാവ് മരിച്ചു. അതിനുശേഷം UNOയിൽ റഷ്യ, ചൈന പോലുള്ള നാടുകൾ ഉടൻ തന്നെ ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ആ ഒരു മീറ്റിംഗിൽ ഇറാന് സപ്പോർട്ടായി ഈ 2 നാടുകളും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ചൈന പറഞ്ഞത്, ഇങ്ങനെ ഒരു അസാസിനേഷൻ ഇറാനുള്ളിൽ ചെയ്തത് ഇസ്രായേൽ ചെയ്ത വലിയൊരു തെറ്റാണ്. ഈ ഒരു കൊലപാതകം ഇറാനുള്ളിൽ വെച്ച് ചെയ്തതുകൊണ്ട് ഈ 2 നാടുകളും ഒരു യുദ്ധത്തെ വളരെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതും ഇസ്രായേൽ ചെയ്ത ഈ ഒരു പ്രവൃത്തി കാരണമെന്ന് ചൈന നേരിട്ട് ഇസ്രായേലിനെ കുറ്റാരോപണം നടത്താൻ തുടങ്ങി. എന്നാൽ ഇപ്പോഴും ഇസ്രായേൽ അവരുടെ നിലപാടിലാണുള്ളത്. ഹിസ്ബുള്ളയുടെ ലീഡർ, ആ പ്രധാനപ്പെട്ട കമാൻഡർ, അയാളെ ഞങ്ങൾ വകവരുത്തി. പക്ഷെ ഇറാനിൽ നടന്ന സംഭവത്തിനും ഞങ്ങൾക്കും യാതൊരു ബന്ധവുമില്ല. ഒരു പക്ഷേ ചൈനയുടെ പക്കൽ അതിനുള്ള തെളിവുണ്ടെങ്കിൽ ആ തെളിവ് കാണിച്ചു തായെന്ന് ചൈനയെ നോക്കി ഒരു ചോദ്യം ചോദിച്ചു. പക്ഷെ ഇതിനായിട്ടുള്ള യാതൊരു തെളിവുകളും കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഇപ്പൊ പുതുതായി ഒരു തിയറി പറയുന്നത് F-35 ഉപയോഗിച്ച് ഒരുപക്ഷെ ഇറാന് എതിരായിട്ടുള്ള ഒരു സ്ട്രൈക്ക് ഇവർ ചെയ്തിരിക്കാമെന്ന് പറയുന്നു. F-35 അവരുടെ എയർ സ്പേസിൽ പറപ്പിച്ചിട്ടുണ്ടോ എന്ന രീതിയിലും ഇറാൻ അവരുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇത് മറ്റൊരു ടോപ്പിക്കാണ്. കാരണം F-35 കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് റേഡാർ സംവിധാനങ്ങൾ അവരുടെ തലസ്ഥാനത്തെ ചുറ്റി ഇറാൻ നിർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അകത്തേക്ക് F-35 വന്നിട്ടുണ്ടെങ്കിൽ ഇറാന്റെ മുഴുവൻ റേഡാർ സംവിധാനവും അവിടെ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥമാക്കുന്നത്. പക്ഷെ അകത്തേക്ക് F-35 വരാനുള്ള സാധ്യതയും കുറവാണ്. അതുപോലെ ഹമാസിന്റെ നേതാവ് താമസിച്ചിരുന്ന ആ വീടിന്റെ ഇമേജ്, അല്ലെങ്കിൽ അതുപോലുള്ള ഇമേജുകൾ ഓൺലൈനിൽ സർക്കുലേറ്റ് ആകുന്നുണ്ട്. പക്ഷെ ഇത് ഒഫീഷ്യലായി വെരിഫൈ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ആ കെട്ടിടത്തിന്റെ നാശനഷ്ടം അനുസരിച്ച് മാത്രമേ അത് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ ആണോ അല്ലെങ്കിൽ ഡ്രോൺ വഴി ലോഞ്ച് ചെയ്ത മിസൈലുകൾ വല്ലതുമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുവരെയും ഈ ടാർഗറ്റഡ് കില്ലിങ്ങിൽ F-35 ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് തറപ്പിച്ച് പറയാനും സാധിക്കില്ല. എങ്കിലും ഡ്രോണുകൾ ഈ സ്ഥാനത്ത് ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇറാനിൽ അവസാന ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ സുപ്രീം ലീഡർ അവസാന ചടങ്ങുകളുടെ തുടക്കം കുറിച്ചു. ഇപ്പോൾ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 ദിവസം ഈ ഒരു ദുഃഖാചരണം ഉണ്ടാകുമെന്നും പറഞ്ഞു. അതുമാത്രമല്ല, ഇറാൻ മുഴുവനും ഇപ്പോൾ ഹൈ അലേർട്ടാണ്. ഇറാന്റെ ആർമിയിലെ ആരെല്ലാമാണോ ലീവിന് പോയത് അവരെ എല്ലാവരെയും ഉടൻ തന്നെ ജോലിയിലേക്ക് കയറണമെന്ന് ഇറാൻ ഒരു അറിയിപ്പ് കൊടുത്തു. ഇറാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ എന്താണ് പറഞ്ഞത്? അവരുടെ മറുപടി എന്താണെന്ന് നോക്കിയാൽ, വെക്കേഷൻ ലീവ് മാത്രമല്ല, എമർജൻസി ലീവ് എടുത്തവർ പോലും, വ്യക്തിപരമായ കാരണങ്ങളാൽ ലീവ് എടുത്തവർ, ഇങ്ങനെ എല്ലാവരെയും, ഒരാളെ പോലും ഒഴിച്ചു വെക്കാതെ എല്ലാവരും സർവീസിൽ കയറണമെന്ന് അവരും അവരുടെ സൈനികരെ തിരികെ വിളിച്ചിട്ടുണ്ട്. ഈ നോർത്തേൺ ഭാഗങ്ങളിൽ എയർ സ്പേസ് ക്ലോസ് ചെയ്തു. അകത്തേക്ക് യാതൊരു വിമാനവും വരാൻ പാടില്ല എന്ന്. ആ എയർ സ്പേസ് ഇപ്പോഴും ക്ലോസ്ഡ് ആണ്, ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല.
പ്രധാനമായും വടക്കൻ ഭാഗങ്ങളിൽ ഇവാക്വേഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങളെ വളരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഇസ്രായേൽ ഇപ്പോൾ വളരെ ധൃതി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ എയർഫോഴ്സ് കമാൻഡർ ഒരു കാര്യം പറഞ്ഞു. അടുത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇറാൻ ഇസ്രായേലിൽ ഒരു ആക്രമണം നടത്തണം എന്ന് ചിന്തിച്ചാൽ ഇസ്രായേലിന്റെ വ്യോമസേന ഇസ്രായേലിന് ഒരു സുരക്ഷാ മതിൽ പോലെ നിൽക്കും. സുരക്ഷാ മതിൽ മാത്രമല്ല, ഇസ്രായേലിന്റെ ഓരോ വിമാനവും ഓരോ മിസൈലുകളായി മാറുകയും ഇറാനെ അവർ ഉള്ള സ്ഥലം പോലും അറിയാൻ കഴിയാത്ത അളവിൽ നശിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഒരേയൊരു അനുവാദം മാത്രം മതി. ഇറാനെ ഞങ്ങൾ ആക്രമിക്കാൻ തയ്യാറാണെന്ന് ഇസ്രായേലിന്റെ എയർഫോഴ്സ് കമാൻഡറും ഒരു കാര്യം പറഞ്ഞു. അതുമാത്രമല്ല, ഇറാൻ ഒരു അംഗീകാരം നൽകി എന്ന് പറഞ്ഞു. ഇറാന്റെ ആർമിക്ക് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു അംഗീകാരം ഇറാൻ ഡയറക്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. കാരണം ഇത്രയും ദിവസം ഒരു പ്രോക്സി വാറായിരുന്നു നടന്നത്. ഏപ്രിൽ മാസം നടത്തിയ മിസൈൽ ആക്രമണം പോലും ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ഒരു ചെറിയ ആക്രമണം എന്ന് പറയാം. കാരണം അതിൽ ഒരുപാട് മിസൈൽസ് അവർ ഡിഫൻഡ് ചെയ്തു. ഒരുപാട് നാടുകൾ ചേർന്നത് ഡിഫൻഡ് ചെയ്താലും ഇറാൻ ഒരു പേര് കിട്ടി, ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിച്ചു എന്ന ഒരു പേര്. പക്ഷെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഇസ്രായേൽ വരുത്തിവെക്കാൻ ഇറാൻ കഴിഞ്ഞില്ല. ഇപ്പോ അതുപോലൊരു ആക്രമണം ഇസ്രായേൽ ഇറാനിൽ ചെയ്തു എന്നുണ്ടെങ്കിൽ ഇത്തവണ ഇറാന്റെ അവസ്ഥ മുഴുവനായും മാറിയിരിക്കുമായിരുന്നു. ഇക്കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന് നാശനഷ്ടം കുറവാണ്. കാരണം അത്രയും നാടുകൾ ചേർന്ന ആ മിസൈൽസിനെ തടഞ്ഞു. പക്ഷെ അതുപോലൊരു ആക്രമണം ഇസ്രായേൽ ഇറാനിൽ ചെയ്യണമെന്ന് ചിന്തിച്ചാൽ ഇറാന്റെ അവസ്ഥ എന്നത് എന്തിന്? ഇസ്രായേൽ ഒരു അണു ആയുധം ഇറാന് നേരെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറാന്റെ മുഴുവൻ ഭൂപ്രദേശവും അവിടെ കത്തി നശിക്കും. അണുവായുധം എന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിപ്പോ നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതിനു ശേഷം ഇതിനു മുൻപ് നടന്നതെല്ലാം പ്രോക്സി വാർ മാത്രമാണ്. ഇതിനു മുൻപ് നടന്ന ആ മിസൈൽ അറ്റാക്കും ഒരു നോർമൽ അറ്റാക്ക് പോലെ അവസാനിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോ എല്ലാവരും ചേർന്ന് ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പിലെ ഹെസ്ബുള്ള, ഹമാസ്, അതുകൂടാതെ ഹൂത്തികൾ, ഇവർ എല്ലാവരും ചേർന്ന് ഒരു മൾട്ടി ഫ്രണ്ട് വാർ ഇസ്രായേലിനെതിരെ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ ചലനം എങ്ങനെയുള്ളതായിരുന്നു എന്നറിയണ്ടേ? അവരാദ്യം ആക്രമിച്ചത് 2000 കിലോമീറ്റർ മാറിയുള്ള ഹൂത്തികളുടെ പോർട്ടിനെയാണ്. ഇതിൽ ആ പോർട്ട് എത്രത്തോളം പ്രധാനമെന്ന് ചോദിച്ചാൽ ആയുധ കൈമാറ്റത്തിന് മാത്രമല്ല, ഹൂത്തികളുടെ ഓയിൽ ഫെസിലിറ്റി, അവർക്ക് ആവശ്യമായ ഇന്ധനം, ഇവയെല്ലാം ലഭിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു സ്ഥലം വഴിയാണ്. ഇപ്പോൾ ആ സ്ഥലത്തെ നശിപ്പിച്ചത് വഴി അടുത്ത ചില ദിവസത്തിൽ, ചില ആഴ്ചകളിൽ ഹൂത്തികൾക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഒന്നും ഈ ബ്ലാക്ക് സീയിലോ പ്രധാനപ്പെട്ട മറ്റു സ്ഥലങ്ങളിലോ ചെയ്യാൻ സാധിക്കില്ല. അവരുടെ ശ്രദ്ധ മുഴുവനും ആ ഒരു പോർട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു പോർട്ടിൽ ആക്രമണം നടത്തിയതിനു ശേഷം യാതൊരു വലിയ ആക്രമണങ്ങളൊന്നും ബ്ലാക്ക് സീയിൽ നടന്നിട്ടില്ല. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഹെസ്ബുള്ളയുടെ ലീഡറിനെ ലബനനിൽ ആക്രമിച്ചു. അദ്ദേഹത്തെ കൊന്നതുകൊണ്ട് ഹെസ്ബുള്ളയുടെ ശ്രദ്ധയും മുഴുവനായും മാറിയിട്ടുണ്ട്. ഇപ്പോ ഇവർ രണ്ടുപേരുടെ ശ്രദ്ധയും മാറിയിട്ടുണ്ടെങ്കിൽ ഹമാസിന്റെ ശ്രദ്ധ മുഴുവനും IDF-ലായിരിക്കില്ലേ? അതിനാൽ അവരെയും ദിശ തിരിപ്പിക്കാൻ വേണ്ടിയാണ്, അതിനുവേണ്ടി മാത്രമല്ല, ഒരു വലിയ പാഠം കൊടുക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം, അവരുടെ പ്രധാനപ്പെട്ട നേതാവിന് നേരെ ഈ ഒരു ആക്രമണം നടത്തുകയും കൊല്ലുകയും ചെയ്തത്. ഈ ഒരു ചിത്രം നോക്കുക. ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സസ് വാണ്ടഡ് ലിസ്റ്റിൽ പുറത്തുവിട്ട ഒരു ടാർഗറ്റ് ലിസ്റ്റാണ്. ഇതിലുള്ള എല്ലാവരെയും കൊന്നു. അടുത്ത് ബാക്കിയുള്ളത് ഒരേ ഒരു വ്യക്തി മാത്രമാണ്. അദ്ദേഹം ഹെസ്ബുള്ളയുടെ ലീഡർ നസ്രുള്ള. ഇപ്പൊ ഈ ഒരു ചിത്രത്തെ സ്പ്രെഡ് ചെയ്ത് ഓൺലൈനിൽ മുഴുവനും ഷെയർ ചെയ്ത് ഒരുപാട് പേർ പറയുന്നത്, അപ്പോൾ അടുത്ത ലക്ഷ്യം ഇയാളായിരിക്കും. ഇയാളെ ഇസ്രായേൽ കൊല്ലുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇസ്രായേലിന് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അടുത്ത ഇതുപോലൊരു അസാസിനേഷൻ അറ്റംപ്റ്റ് വഴി ഇസ്രായേലിയർ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മൊസാദ് ഇയാളെ കൊല്ലണമെന്ന് ഇസ്രായേൽ സ്റ്റാൻഡിലുള്ള ഒരുപാട് പേർ ഈ ഒരു ഇമേജ് ഷെയർ ചെയ്യുന്നുണ്ട്. കൂടാതെ അമേരിക്ക നേരിട്ട് ഈ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി വീണ്ടും ഒരു കാര്യം ഉറപ്പുവരുത്തി. ഇറാൻ റിട്ടാലിയേഷൻ ചെയ്യണം എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഇറാൻ എന്തെങ്കിലും പ്രശ്നം ഇസ്രായേലിൽ ചെയ്യണം എന്ന് വിചാരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ പറയുന്നു, US-ന്റെ ഫോഴ്സസ് ഇറാന്റെ ആക്രമണത്തിൽ നിന്നും ഇസ്രായേലിനെ സംരക്ഷിക്കും. ഇത് ഈ സ്ഥലത്ത് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇറാന്റെ ആക്രമണം ഇസ്രായേലിന് നേരെ നടക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് തീർച്ചയായും അമേരിക്ക കളമിറങ്ങും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ. അതുമാത്രമല്ല, ഇപ്പോൾ അമേരിക്കയുടെ നാവികസേനയിലെ കപ്പലുകൾ മെഡിറ്ററേനിയൻ സീയിൽ കൂടുതൽ നിരീക്ഷണ ജോലികൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാവലും ലെവൽ 4 അഡ്വൈസറി, 4ാം ഘട്ട റെസ്ട്രിക്ഷൻ ഇപ്പോൾ അമേരിക്കയിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ലെബനിലേക്ക് പോകുന്നുവെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ലെവൽ 4 എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവെ ഇങ്ങനെയുള്ള ട്രാവൽ അഡ്വൈസറീസ് കൊടുക്കുന്നതിൽ 4 ലെവൽ ഉണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4. ഇതിൽ ആദ്യത്തെ ലെവൽ എന്തെന്ന് ചോദിച്ചാൽ, ആ സ്ഥലത്ത് പ്രശ്നമുണ്ട്, ഒരല്പം ശ്രദ്ധിക്കുക.
രണ്ടാമത്തേത്, ആ സ്ഥലത്ത് പ്രശ്നങ്ങൾ അധികമായി കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പദ്ധതികളൊന്ന് ശ്രദ്ധിക്കുക. ഈ സ്ഥലത്തേക്ക് പോകണം, ആ സ്ഥലത്തേക്ക് പോകണം എന്നെന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ പദ്ധതികളെ നിങ്ങൾ കൈകാര്യം ചെയ്യുക. മൂന്നാമത്തെ ട്രാവൽ അഡ്വൈസറി ലെവൽ 3 എന്തെന്ന് ചോദിച്ചാൽ, ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാൻ, നിങ്ങളുടെ പദ്ധതി ഒന്ന് മാറ്റിവെക്കുക. മറ്റേതെങ്കിലും ദിവസത്തിലേക്ക് അത് മാറ്റിവെക്കുക. ഇപ്പോ അവസ്ഥ അവിടെ ശരിയല്ല. അങ്ങനെയുള്ള സമയത്ത് ഈ ലെവൽ 3 കൊടുക്കും. ലെവൽ 4, ഈ 4ാം ഘട്ടം, അവസാന ഘട്ടം എന്നത് കൂടുതൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നാൽ നിങ്ങളുടെ ജീവന് ആപത്താണ്. നിങ്ങളുടെ വസ്തുക്കൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ജീവനും ആപത്താണ്. അതിനാൽ അവിടെ നിങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരണം എന്നുള്ള ഒരു അഡ്വൈസറി നൽകും. ഇത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ളതാണ്. ഇതിൽ ഒരുപാട് നാടുകളുണ്ട്. അഫ്ഗാനിസ്ഥാൻ, റഷ്യ, ബെലറസ്, ഇങ്ങനെ ഒരുപാട് നാടുകളുണ്ട്. ബ്രിട്ടീഷ് എയർലൈൻസ്, അഫ്താൻസ ഇസ്രായേലിലേക്കുള്ള യാത്രാ സേവനം 2-3 ദിവസത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നുവെന്ന് അവർ അറിയിച്ചു. കാരണം പാസഞ്ചേഴ്സ് വിമാനങ്ങൾ പറക്കുന്ന സമയത്ത് ഇറാന്റെ ആക്രമണം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആക്രമണം നടത്തിയാൽ അതിൽ പാസഞ്ചേഴ്സ് ഫ്ലൈറ്റിന്റെ സുരക്ഷയെ ബാധിക്കും. ആ ഒരു കാരണം കൊണ്ട് ഞങ്ങളുടെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സിനെ ഈ ഒരു റീജിയണിൽ, ഈ ഒരു ഡയറക്ഷനിൽ അനുവദിക്കുന്നില്ല, അവസാനിപ്പിക്കുന്നുവെന്ന് അവരും ഒരു വിശദീകരണം നൽകി. ഇങ്ങനെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് പോയിക്കൊണ്ടിരുന്നാലും ഇവയേക്കാൾ അധികമായി സംസാരിക്കുന്നത് നെതന്യാഹുവിന്റെ പ്രസംഗമായിരുന്നു. കാരണം അതിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് കാര്യം അദ്ദേഹം പറഞ്ഞാലും പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യം, കഴിഞ്ഞ ഒരാഴ്ചയിൽ 1-2 ആഴ്ചയിൽ മാത്രം നമ്മൾ 3 ആക്രമണം ഇസ്രായേൽ ചെയ്തു. ഹൂത്തികൾ ആക്രമിച്ചു, ഹമാസിനെതിരെ ഗാസയിൽ ആക്രമണം നടത്തി, അതുപോലെ ഹെസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവിനെ ലബനിൽ വെച്ച് കൊന്നു. ഇത്രത്തോളം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ആക്രമണം നടത്തുമ്പോൾ തിരിച്ചടികൾക്കും നമ്മൾ തയ്യാറാകണം. ഇസ്രായേൽ ഈവിൾസിനെതിരായിട്ടുള്ള, ദുഷ്ടശക്തികൾക്കെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തീർച്ചയായും ജയിക്കും. എത്രയും പെട്ടെന്ന് നമുക്ക് നേരെ പല ഭാഗങ്ങളിൽ നിന്നും ആക്രമണം നടക്കും. അങ്ങനെ ഒരു ആക്രമണത്തിനായി നമ്മൾ എല്ലാവരും തയ്യാറായിരിക്കണം. നമ്മുടെ സൈന്യം നമ്മെ സംരക്ഷിക്കും. ആരും ഭയപ്പെടരുത്. ഇസ്രായേൽ ഒരു വലിയ വിജയത്തെ നോക്കി പോയിക്കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇസ്രായേലിന്റെ ശത്രുക്കൾ ഇസ്രായേലിന് മുൻപിൽ മുട്ടുകുത്തുമെന്ന് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ജനങ്ങൾക്ക് മുൻപിൽ നൽകിയത്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് പല ഭാഗങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾക്ക് അവർ തയ്യാറായി കഴിഞ്ഞു. എന്നാൽ അതേസമയം മറ്റൊരു ഭാഗത്ത് ഹമാസ്, ഹെസ്ബുള്ള, ഹൂത്തികൾ, ഇറാൻ ഇവർ എല്ലാവരും ചേർന്ന് ഇസ്രായേലിനെതിരെയുള്ള ഒരു റിവെഞ്ച് പ്ലാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവരുടെ ആക്രമണം എന്നത് 1-2 ദിവസത്തിൽ, അതിനുള്ളിൽ പോലും ഒരു വലിയ ആക്രമണം ഇസ്രായേലിനെതിരെ ചെയ്യാം. ആ ആക്രമണത്തിന് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ ഇതിനെ റിറ്റാലിയേഷൻ തിരികെ ചെയ്യുകയാണെങ്കിൽ അന്ന് മുതൽ 3ാം ലോക മഹായുദ്ധത്തിന്റെ ഒരു തുടക്കം ഈ മധ്യകിഴക്കിൽ ഉണ്ടാകും. ഇതിനിടയിൽ ഉക്രൈന് F-16 വരുമെന്ന് പറയുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് ബാച്ച് ഡെലിവർ ആയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് അടുത്ത് കാണാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.